പ്രിയപ്പെട്ട അമ്മമാരെ, നമ്മുടെ GLPS ഓട്ടുപാറ സ്കൂളിലെ 2ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളാണ് ഈ കുട്ടികൾ. ഗണിത പഠനത്തിൻ്റെ ഭാഗമായി 2ാമത്തെ പാഠം ഒളിച്ചേ കണ്ടേ എന്ന ചാപ്റ്ററിലെ കൺസെപ്റ്റാണ് ഇവിടെ കുട്ടികൾ അവതരിപ്പിക്കുന്നത്. 1 മുതൽ 100 വരെയുള്ള സംഖ്യാബോധം കുട്ടികളിൽ ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് ഇവിടെ കാണുന്നത്. അതുപോലെ തന്നെ 10ൻ്റെ കൂട്ടങ്ങൾ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയുമാണ് ഇവിടെ ചെയ്യുന്നത്. കുട്ടികളെ ഗ്രൂപ്പുകളായി തിരിച്ച് റബ്ബർ ബാൻഡ് അതുപോലെ തന്നെ സ്ട്രോ എന്നിവ ഉപയോഗിച്ചാണ് കുട്ടികൾ ഈ പ്രവർത്തനം ചെയ്യുന്നത്. ശ്രീദേവ് പറഞ്ഞേ, ഇത് ഓരോന്ന് എത്രയാന്നുള്ളത് പറഞ്ഞേ. ശ്രീദേവ് വന്നിട്ട് പറഞ്ഞേ. കുട്ടികൾ ഓരോ സ്ട്രോകളായി എണ്ണി 10 സ്ട്രോയാവുമ്പോൾ റബ്ബർ ബാൻഡ് ഉപയോഗിച്ച് കെട്ടി അത് 10ൻ്റെ കൂട്ടങ്ങളായി കണക്കാക്കുന്നു. ഓരോ കെട്ടിലും 10 സ്ട്രോകളാണ് ഉണ്ടായിരിക്കുക. അപ്പോൾ ഒരു സ്ട്രോ കെട്ടെടുത്ത് കഴിഞ്ഞാൽ അതിൽ 10, അടുത്ത സ്ട്രോ കെട്ടെടുത്ത് കഴിഞ്ഞാൽ അതിൽ 20, അങ്ങനെ 10, 20, 30, 40, 50, 60, 70, 80, 90, 100 എന്നൊരു കൺസെപ്റ്റ് കുട്ടി മനസ്സിലാക്കുന്നു. അതിനുശേഷം നമ്മൾ കുട്ടികളെ ഗ്രൂപ്പുകളായി തിരിച്ച് ഓരോ ഗ്രൂപ്പിലെയും കുട്ടികളെ വിളിച്ച് താഴെ എഴുതിയിരിക്കുന്ന കളങ്ങളിൽ നമ്പറുകൾ അനുസരിച്ച് സ്ട്രോകൾ കെട്ടുകളനുസരിച്ച് വെക്കുന്നതിന് വേണ്ടി പറയുന്നു. ഇത് നമ്മുടെ ആർദ്ര ചെയ്യുന്നത് കണ്ടോ. ആർദ്രയ്ക്ക് കൊടുത്തിരിക്കുന്ന നമ്പർ 41 അപ്പോൾ 10ൻ്റെ 4 സ്ട്രോ കെട്ടുകൾ എടുത്ത് വെച്ചു. പിന്നെ 1, ഒരു സ്ട്രോ ഒറ്റ, അപ്പോൾ 1ൻ്റെ ഒരു സ്ട്രോയും വെച്ചു. അപ്പോൾ ആ കുട്ടിക്ക് 41 എന്നുള്ള കൺസെപ്റ്റ് മനസ്സിലായി. അപ്പം അങ്ങനെ ഓരോരുത്തരും അവരവർക്ക് കിട്ടിയ നമ്പറുകൾ ചെയ്യുമ്പോൾ കുട്ടികൾക്ക് ഈ ഒരു ആക്ടിവിറ്റി ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നല്ലൊരു ഇഷ്ടം ഉണ്ടാവുകയും അതുപോലെ തന്നെ അവർ ആ നമ്പർ കൺസെപ്റ്റ് മനസ്സിലാക്കുകയും ചെയ്യുന്നു. ഇപ്പം ധ്യാനിന് ലഭിച്ചിരിക്കുന്നത് 27. അപ്പോൾ ധ്യാൻ 10ൻ്റെ 2 കെട്ടുകൾ എടുത്തു. അതുപോലെ തന്നെ 7, 1ൻ്റെ 7 സ്ട്രോകളും എടുത്തു. അപ്പോൾ ധ്യാനിന് അത് 27 എന്നുള്ള കൺസെപ്റ്റ് മനസ്സിലായി. അതുപോലെ തന്നെയാണ് 42, 31, 27 എന്നീ നമ്പറുകൾ കുട്ടികൾ സ്ട്രോകൾ അനുസരിച്ച് കെട്ടുകൾ അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ കുട്ടികൾക്ക് ക്ലാസ് മനസ്സിലാവുകയും സംഖ്യാബോധം എന്ന ആശയം കുട്ടികളിൽ ഉടലെടുക്കുകയും ചെയ്യുന്നു. മുറികളിൽ നടക്കുന്ന ഇത്തരം പ്രവർത്തനങ്ങളിലൂടെ കുട്ടികൾക്ക് മറ്റു കുട്ടികളുമായുള്ള ഫ്രണ്ട്ഷിപ്പും അതുപോലെ തന്നെ സഹകരണാത്മക മനോഭാവവും കുട്ടികളിൽ ഉടലെടുക്കുന്നതിനും സഹായിക്കുന്നു. ഓരോ കുട്ടികളും ഏറ്റവും ആദ്യം ആരാണ് ചെയ്യുന്നത് എന്നറിയാനുള്ള ഒരു മത്സരത്തിലായിരുന്നു. അപ്പോൾ കുട്ടികൾക്കൊരു മത്സരബോധവും ഈ ഒരു കളിയിലൂടെ നമുക്ക് വളർത്തിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. മറ്റേ ആൾ വയ്ക്കുന്നത് ശരിയാണോ എന്നുള്ളതൊക്കെ അറിയാനുള്ളൊരു ആകാംക്ഷയോട് കൂടിയിട്ടാണ് കുട്ടികൾ ഇരിക്കുന്നതും. അപ്പോൾ ഓരോരുത്തരും മറ്റുള്ളവരെക്കാളും നന്നാക്കണം എന്നുള്ളൊരു ബോധത്തോടു കൂടിയാണ് ക്ലാസ്സിലിരിക്കുന്നതും.